NRI ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് നിങ്ങൾ ഹെഡിങ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇതൊരു പ്രൊഫഷണലി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഫണ്ട് മാനേജിങ്ങിന്റെ ഒരു പ്രൊഫഷണൽ രീതിയാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. സോ കുറച്ചധികം ഫണ്ട് ഉള്ള നമ്മൾ NRIs ആയിട്ടുള്ള നമ്മളുടെ റിട്ടയർമെന്റിലേക്ക് പോകുന്ന നമ്മളുടെ ക്ലയൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടുമാണ് ഈ ഒരു വീഡിയോ നമ്മളിവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും രസകരമായിട്ട് കാണാവുന്നത് നിങ്ങളുടെ ഫണ്ടിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നും നിങ്ങളുടെ ഫണ്ട് എത്രത്തോളം പ്രോഫിറ്റിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നുള്ള ഒരു വളരെ നിസ്സാരമായിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ ആ സ്ട്രാറ്റജി ബിൽഡറിൽ ഇട്ടിട്ട് ആ സ്ട്രാറ്റജി കാണിക്കുകയും അത് ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞ ഏപ്രിൽ 29 തൊട്ടിട്ട് ഈ ഒരു മാസം ജൂൺ 10th വരെ ഞാനിപ്പോൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിലൂടെ എങ്ങനെയാണ് ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് എന്നുള്ളതും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. സോ ലെറ്റ്സ് വെൽക്കം ടു ദിസ് വീഡിയോ. ദിസ് ഈസ് ഇഷാം കപ്പിൾ, യുവർ ഫിനാൻഷ്യൽ ബ്രദർ. കഴിഞ്ഞ ഏപ്രിൽ 29 എന്ന് പറയുമ്പോൾ ഇലക്ഷന് തൊട്ട് മുന്നേ ഉള്ള മാസത്തിലെ ദിവസങ്ങളായിരുന്നു. സോ വളരെ റിസ്ക് ആണ് ഞാൻ ആ സ്റ്റോക്കിലേക്ക് എൻ്റർ ചെയ്തതെന്ന് എനിക്ക് തന്നെ വ്യക്തമായി അറിയായിരുന്നു. പക്ഷെ എനിക്കുള്ള ഗട്ട് ഫീലിംഗ് എന്തായെന്ന് വെച്ചാൽ മെയ് മാസത്തിൽ തന്നെ ഈ സ്റ്റോക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ പെർഫോം ചെയ്യുന്നു. മെയ് മാസത്തിൽ വരാനിരിക്കുന്ന റിസൾട്ട്, അതായത് ക്വാർട്ടർലി റിസൾട്ടും അതുപോലെ തന്നെ ആനുവൽ റിസൾട്ടും നമ്മുടെ ഈ സ്റ്റോക്കിന് എന്തുകൊണ്ട് ബെനിഫിറ്റഡ് ആകും എന്നുള്ളതായിരുന്നു എന്റെ കാഴ്ചപ്പാട്. പക്ഷെ ഞാൻ ഇവിടെ പറയട്ടെ, അൺഫോർച്ചുനേറ്റ്ലി എന്റെ കാഴ്ചപ്പാട് മൊത്തം തെറ്റുകയാണ് ഉണ്ടായത്. അന്നേ ദിവസം മെയ് വരെ അത് ഒരിക്കലും പെർഫോം ചെയ്യാതെ അത് താഴോട്ട് പോവുകയാണ് ഉണ്ടായത്. സോ ഞാനിവിടെ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നിഫ്റ്റി FMCGയിലെ ബൽറാംപൂർ ചീനി എന്ന് പറയുന്ന സ്റ്റോക്ക്, അത് നമുക്കറിയാം അത് ഒരു F&O ഉള്ള സെക്ഷനുള്ള സ്റ്റോക്കാണ്. 7000 കോടിയാണ് അതിന്റെ മാർക്കറ്റ് ക്യാപ്. നിഫ്റ്റി സ്മോൾ ക്യാപ്പിൽ വരുന്ന ഈ സ്റ്റോക്ക് അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ എന്ത് തന്നെ ആയാലും പോളിസീസിൽ അഗ്രികൾച്ചർ സെക്ടറിൽ വരുന്ന എല്ലാ ഗുണവും ഈ സ്റ്റോക്കിന് ലഭിക്കും എന്നുള്ളത് എൻ്റെ ഒരു ഗട്ട് ഫീലിംഗും അതുപോലെ തന്നെ എനിക്ക് പോളിസിയിലുള്ള ഒരു വിശ്വാസവുമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അഗ്രികൾച്ചറൽ മൂവ്മെന്റിലേക്ക് അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിലോട്ട് ഒരുപാട് ഫണ്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഷുഗർ സെക്ടർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും നല്ല എക്സ്പോർട്ടിംഗ് മാർഗമായതുകൊണ്ടും ഞാൻ ആ ഒരു സ്റ്റോക്കിൽ എപ്പോഴും ബുള്ളിഷാണ് ഉണ്ടായിരുന്നത്. നമ്മളിവിടെ കാണിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് വെറും എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. നിങ്ങൾ ആരും ഇത് ഒരു ട്രേഡ് റെക്കമെൻഡേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സുമായി കൺസൾട്ട് ചെയ്യാതെ ഒരു ട്രേഡിലേക്ക് എൻ്റർ ആയി ലോസസോ കാര്യങ്ങളോ വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ നമ്മുടെ ഈ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി സ്ക്രീൻ പ്രസന്റേഷനിലോട്ട് പോകാം. ഇവിടെ 29th എന്ന് പറയുന്ന ഡേറ്റിലാണ്, 29th ഏപ്രിൽ എന്ന് പറയുന്ന ഡേറ്റിലാണ് ഞാൻ 30 മെയിലുള്ള ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ആവുന്നത്. അത് ഞാൻ ബൈ ചെയ്യുകയാണ് ഇവിടെ ഉണ്ടായത്. അത് തന്നെ നമ്മൾ 30 മെയിലുള്ള ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിൽ 440 എന്ന് പറയുന്ന ഓപ്ഷൻ കോൺട്രാക്റ്റിലേക്ക് കയറി രണ്ട് ലോട്ട് അതിൽ സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. സോ 7 റുപ്പീസിനാണ് ഞാൻ സെല്ല് ചെയ്തത്. അത് സെല്ല് ചെയ്യുന്നതിലൂടെ എനിക്കൊരു 22,000 റുപ്പീസ് എനിക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ബൈ ചെയ്യുന്നത് എന്ന് പറയുന്നത് 407 രൂപയ്ക്കാണ്. 1600 ക്വാണ്ടിറ്റി, 1600 എണ്ണമാണ് ഒരു ക്വാണ്ടിറ്റി, ഒരു ലോട്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് വേണ്ടി കാണിച്ചു തരുന്നതിന് വേണ്ടി ഞാൻ ഒബ്സ്ട്ര എന്ന് പറയുന്ന സ്ക്രീനിലോട്ട് പോവുകയാണ്. ഇവിടെ നിഫ്റ്റിയിൽ പകരം ബൽറാംപൂർ ചീനി എന്ന് പറയുന്ന സ്റ്റോക്ക് സെലക്ട് ചെയ്യുകയാണ്. ഇതിൽ തന്നെ ഓപ്ഷൻ ഫ്യൂച്ചേഴ്സ്, ഒരു ഫ്യൂച്ചർ കോൺട്രാക്ട് ഞാൻ ഈ ഒരു ജൂൺ മാസത്തിലേതാണ് കാണിക്കുന്നത്. ആക്ച്വലി ഞാൻ ചെയ്തത് മെയ് മാസത്തിലേതാണ്. സോ അത് ഞാൻ ബൈ ചെയ്യുകയാണ്. ഓക്കെ, അത് തന്നെ ഓപ്ഷൻ ചെയ്യിലോട്ട് വന്ന് 440 എന്ന് പറയുന്ന, ഇന്ന് 440 എന്ന് പറയുന്നത് 8 റുപ്പീസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ അത് 2 ലോട്ട് ഞാൻ സെല്ല് ചെയ്ത് കാണിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും മാർക്കറ്റിൽ ഓൾറെഡി അത് ബുള്ളിഷായി വന്നിരിക്കുകയാണ്. ഓൾറെഡി അത് ഒരു 440 എന്ന് പറയുന്ന റേഞ്ച് ടച്ച് ചെയ്തിട്ടുണ്ട് ഇന്ന ദിവസം. ഇവിടെ 2 ലോട്ട് ഞാൻ സെല്ല് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ഒരു പ്രോഫിറ്റ് ആണ് ഈ ഗ്രീൻ കളറിൽ കാണുന്നത്. സ്ക്രീനിൽ നമ്മൾ കണ്ടു 440 നിൽക്കുമ്പോൾ മാർക്കറ്റ് 440 നിൽക്കുന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലേക്കും പ്രോഫിറ്റ് ആയിട്ട് കണ്ടു. ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഗ്രീൻ ആയി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് 440 നിൽക്കുമ്പോൾ, അതായത് ബൽറാം ചീനി എന്ന് പറയുന്ന സ്റ്റോക്ക് 440 രൂപയിലേക്ക് എത്തി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇക്വിറ്റിയിൽ നിന്നും പ്രോഫിറ്റ് ആണ്, അതായത് നമ്മുടെ ഫ്യൂച്ചേഴ്സിൽ നിന്നും പ്രോഫിറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ സെല്ല് ചെയ്ത 440 എന്ന കോൾ ഓപ്ഷനിൽ നിന്നും പ്രോഫിറ്റ് ആണ്. അതായത് ഏകദേശം 75,000 റുപ്പീസ് ആയിരുന്നു അന്ന് എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആക്ച്വലി ഞാൻ ആ പൊസിഷൻ എനിക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അന്നത്തെ മാർക്കറ്റ് ഇവന്റ്സിൽ എലക്ഷൻ വന്നതോടുകൂടി മാർക്കറ്റിൽ ഉണ്ടായ ഒരു ബെയറിഷ് മൊമെന്റ് അന്ന് ഉണ്ടായിരുന്നു. കാരണം എലക്ഷൻ ആയതുകൊണ്ട് മാർക്കറ്റിൽ അധികം ഒരു ബുള്ളിഷ് ട്രെൻഡ് ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. സോ എന്താ സംഭവിച്ചത്, മാർക്കറ്റിൽ എന്നിട്ട് താഴേക്ക് വരികയാണ് ഉണ്ടായത്. അതായത് ബൽറാം ചീനി എന്ന് പറയുന്ന സ്റ്റോക്ക് 364 എത്തി. 407 രൂപക്ക് ഞാൻ മേടിച്ച സ്റ്റോക്ക് 364 എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു 50,000 അടുത്ത് ലോസ് ഞാൻ കണ്ടു എന്നുള്ളത് തന്നെയാണ് സത്യം. അവിടെ നിന്ന് ഞാൻ വെയിറ്റ് ചെയ്യുകയും ഞാൻ കൂടുതൽ പൈസ ആഡ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ കോൺട്രാക്ട് ഡെലിവറി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഡെലിവറി എടുത്തതിലൂടെ ഞാൻ എന്റെ സേഫ് സൈഡിലേക്ക് വന്നു. ഈ സേഫ് സൈഡിലേക്ക് വന്ന പ്രോഫിറ്റ്, ഈ ഒരു സ്റ്റോക്കിന് എനിക്കിപ്പോ 1600 ക്വാണ്ടിറ്റി എന്റെ കയ്യിലുണ്ട്.
ഇത് ആണ് ഇനി അടുത്ത മാസത്തേക്ക് ഇനി ക്യാരി ഓവർ ചെയ്യാം. എനിക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് ക്യാരി ഓവർ ചെയ്യാം. ഞാനൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിലൂടെ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം, ഒരു റിയൽ എസ്റ്റേറ്റ് അസറ്റ് എങ്ങനെയാണ്, നമ്മളൊരു ഫണ്ട് ഇട്ടുകൊണ്ട് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് നമുക്ക് റെന്റ് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റു മേഖലയിൽ നിന്ന് പൈസ ഈടാക്കാനോ നമുക്ക് കഴിയും. അതുപോലെ ഞാനൊരു അസറ്റ് ബൽറാംപൂർ ചീന എന്ന് പറയുന്ന 1600 ക്വാണ്ടിറ്റിയുടെ ഒരു അസറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടു. ഇനി ഞാൻ ഈ മാസത്തേക്ക് ഞാൻ എന്താ നോക്കിയത്, മാർക്കറ്റിൽ ഇതിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് എനിക്ക് പ്രോഫിറ്റ് ലഭിക്കും എന്നുള്ള ഉറപ്പാണ് എനിക്ക്. അതുപോലെ തന്നെ ഞാൻ 440 എന്ന് പറയുന്ന ഒരു കോൾ ഓപ്ഷനെ വീണ്ടും അടുത്ത ഇലക്ഷൻ സമയത്തേക്ക് ഞാൻ സെല്ല് ചെയ്യുകയുണ്ടായിരുന്നു. സോ 22,000 രൂപ ഓൾറെഡി എനിക്ക് ഉണ്ടായ നഷ്ടത്തിൽ നിന്ന് 50,000 രൂപയുടെ നഷ്ടത്തിൽ നിന്ന് 22,000 ഓൾറെഡി എനിക്ക് ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തതിലൂടെ ലഭിച്ചു. അത് കഴിഞ്ഞു ആ കോൺട്രാക്ട് കഴിയുന്നതോട് കൂടി തന്നെ ഞാൻ അത് എക്സിറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ വീണ്ടും ഇലക്ഷൻ തലേ ദിവസം വീണ്ടും ഒരു 400ന്റെ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുകയുണ്ടായത്. അത് 10 രൂപക്ക് സെല്ല് ചെയ്തതിലൂടെ എനിക്ക് വീണ്ടും ഒരു 16,000 രൂപ പ്രോഫിറ്റ് ആയി ലഭിച്ചു. സോ 22 പ്ലസ് 16,000 എന്ന ഒരു ലെവലിലേക്ക് എന്റെ ലോസ് ചുരുങ്ങി. ഇത് കഴിഞ്ഞ് ഇനി അടുത്ത മാസത്തേക്കും എനിക്കിത് ക്യാരി ഓവർ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഈ അസറ്റിനെ ഞാൻ ക്യാരി ഓവർ ചെയ്തുകൊണ്ട് ഞാൻ ജൂൺ സീരീസിലേക്ക് അടുത്ത 440ലേക്ക്, ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 440ലാണ്. സോ ഒന്നുകൂടി റിസ്ക് ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, 450ലോട്ടോ അല്ലെങ്കിൽ 500ന്റെയോ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതിലൂടെ എനിക്ക് ഒന്നെങ്കിൽ വീണ്ടും എന്തെടുക്കാം, പ്രോഫിറ്റ് 500ന്റെ പ്രോഫിറ്റ് എടുക്കാം. അതോടൊപ്പം എനിക്ക് ഈ വരുന്ന നമ്മുടെ അസറ്റിൽ ഉണ്ടായിരുന്ന അപ്രീസിയേറ്റഡ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് പ്രോഫിറ്റ് ആയി ലഭിക്കുകയും ചെയ്യും. ഇനി ഇതല്ല സാഹചര്യം എന്ന് വിചാരിക്കാം, ഈ 500ന്റെ മുകളിലേക്കാണ് മാർക്കറ്റ് പോയി എന്നുണ്ടെങ്കിൽ എനിക്കുണ്ടാവുന്ന ഗുണം എന്താണ്? ഞാൻ എന്താണ് പറയുന്നത്, ഈ ഓപ്ഷനിലൂടെ കോൾ ഓപ്ഷൻ സെല് ചെയ്യുന്നതിലൂടെ ഞാൻ പറയുന്നത്, ഞാൻ എന്റെ ബയ്യർ അടുത്ത് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് എന്റെ ബൽറാംപൂർ ചീൻ എന്ന് പറയുന്ന സ്റ്റോക്ക് 500 രൂപക്ക് നിങ്ങൾക്ക് 1600 ക്വാണ്ടിറ്റി തരാമെന്നാണ്. സോ ഇനിയിപ്പോ മാർക്കറ്റ് 500ലേക്ക് പോയി 510ലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ 510 റുപ്പീസിലാണ് നിൽക്കുന്നുണ്ടെങ്കിലും നമുക്കൊരു പ്രോബ്ലം ഇല്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ 378 രൂപക്ക് മേടിച്ച ആ സ്റ്റോക്കിനെ നമ്മൾ 500 രൂപക്ക് വിൽക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു പ്രീമിയം കളക്ട് ചെയ്യാനും പറ്റുന്നു. അതോടൊപ്പം നമ്മളുടെ ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായ അപ്രീസിയേറ്റഡ് വാല്യൂ നമുക്ക് പ്രോഫിറ്റ് ആയി ലഭിക്കുകയും ചെയ്യും. സോ ഈ വീഡിയോ മുഴുവനായി കാണുന്നതിലൂടെ നിങ്ങൾക്കൊരു കവേർഡ് കോൾ സെൽ എങ്ങനെയാണെന്നും അതുവഴി നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള ഒരു സിമ്പിൾ എക്സാമ്പിൾ സഹിതമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ കവേർഡ് കോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫണ്ട് ഹൗസസ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളോ അല്ലെങ്കിൽ DIs ആയിട്ടുള്ള അല്ലെങ്കിൽ HNIs ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കവേർഡ് കോൾ എന്ന് പറയുന്നത്. ഈ അടുത്ത് ഷാരിഖ് ഷംസുദ്ദീന്റെ ഒരു വീഡിയോയിൽ വരെ പറയുകയുണ്ടായി, അദ്ദേഹം ഒരു HDFC ബാങ്കിന്റെ ഒരു ലോട്ട് ബൈ ചെയ്യുകയും അതുവഴി കവേർഡ് കോൾ സെല് ചെയ്യുന്നത് വഴി 1% ഡെയിലി മന്ത്ലി എന്ന രീതിയിൽ 1% or 1.5% പ്രോഫിറ്റ് അതുവഴി കിട്ടുകയും ചെയ്യുന്നത് അദ്ദേഹം വീഡിയോയിൽ പറയുന്നതായി. സോ കവേർഡ് കോൾ സ്ട്രാറ്റജിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഇത്തരം ട്രേഡിംഗ് സ്ട്രാറ്റജിയിലോട്ട് എൻട്രി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ട്രേഡിംഗ് രീതിയിലോട്ട് ഇറങ്ങുമ്പോൾ ചുരുങ്ങിയത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും നിങ്ങളെ കയ്യിൽ വെച്ചിട്ട് മാത്രമാണ് ചെയ്യാൻ ഇറങ്ങേണ്ടത്. അതല്ലാത്ത പക്ഷം നമുക്ക് ഹ്യൂജ് ലോസസ് ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാനൊരു 1.5 lakh പ്രീമിയം അപ്ഫ്രണ്ട് മാർജിൻ കൊടുത്തുകൊണ്ട് ഞാനൊരു ഫ്യൂച്ചർ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിലൂടെ ഞാൻ ഒരുപാട് ലോസ് സഹിക്കാൻ എനിക്ക് സമയം ഉണ്ടായി. ആ സമയത്ത് എന്റെ കയ്യിൽ പണം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ ലോസിനെ സഹിച്ചുകൊണ്ട് എനിക്ക് കവറപ്പ് ചെയ്തു വരാൻ കഴിഞ്ഞത്. സോ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ കയ്യിൽ പണമില്ലാതെ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിയിലോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഭീമമായ ലോസുകൾ ഉണ്ടാക്കും. നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ഭദ്രതയെ പൂർണ്ണമായിട്ട് തകർക്കുന്ന തരത്തിലായിരിക്കാം നമ്മൾ ഇത്തരത്തിൽ മാർക്കറ്റിലേക്ക് പാർട്ടിസിപ്പേഷൻ വരുന്നത്. സോ ഇതൊരു NRI സ്ട്രാറ്റജി എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം ഇതാണ്. നമ്മുടെ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടവർക്ക് എന്താണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ചതെന്നും അതുവഴി കവേർഡ് കോൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു സ്ട്രാറ്റജി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിന്റെ ലൈവ് എക്സാമ്പിൾസ് ആയിട്ടാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അത് NRIs ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരു റിട്ടയർമെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വളരെയധികം ഉപകാരപ്പെടും. അപ്പൊ വീഡിയോ മുഴുവനായി കാണാനായിട്ട് നിങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിക്കണം. കാരണം ഇതൊരു പൂർണ്ണമായി കാണാതെയോ അല്ലെങ്കിൽ പൂർണ്ണമായി അതിനെക്കുറിച്ച് പഠിക്കാതെയോ നമ്മൾ ഈ സ്ട്രാറ്റജിയിലോട്ട് എൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഭീമമായ ലോസുകൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. സോ നിങ്ങളുടെ കമന്റുകളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിക്കുക. നമ്മുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങളോ നിങ്ങൾക്ക് വേണ്ട പുതിയ പുതിയ ടോപ്പിക്കുകളോ അറിയണം എന്നുണ്ടെങ്കിൽ അതിനെ കമന്റിലൂടെ അറിയിച്ചാൽ നമുക്ക് അതും വിശദമായി ചർച്ച ചെയ്യാവുന്നതാണ്.